ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് കൃപാസനം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈശോയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈശോയെ അറിയാം, അല്ലാതെ മാതാവുമായിട്ട് അടുപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞാനിവിടെ വരുമ്പം ചേച്ചിയൊക്കെ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഇവിടെ നിന്നൊരു കൊന്തയാണ് എനിക്ക് വാങ്ങിച്ചു തന്ന ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, പിന്നെ എന്തിനാ എനിക്കിത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് തന്നപ്പോൾ ഞാനത് സന്തോഷത്തോടെ വാങ്ങിച്ചു. അത് ഞാൻ കയ്യിൽ വെച്ചു. ആ കൊന്തയാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അന്ന് ഞാൻ രാത്രി കിടന്നുറങ്ങുക. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഉണ്ണീശയുടെ ഒരു ചെറിയൊരു രൂപം വീട്ടിലിരിപ്പുണ്ട്. പണ്ടെന്നോ ആരോ തന്നതാണ്, അത് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ റൂമിലാണ് ഇരുന്നേച്ചത്. അപ്പോൾ എന്നും ഞാൻ കിടക്കണതിന് മുമ്പ് ഇങ്ങനെ ജസ്റ്റ് നോക്കാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുവാണ്. അന്ന് രാത്രി ഉറങ്ങി എപ്പോഴോ ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ്, ആ രൂപത്തിലുള്ള അതേ അമ്മയും ഈശോയും എൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട്. പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. ഇതെന്താ ഇങ്ങനെ കാണാൻ? ഞാൻ അങ്ങനെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. അന്നിവിടെ വന്നപ്പോഴും ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചില്ല. എനിക്ക് അന്നിവിടെ വരുമ്പം ജോലി ഉണ്ടായിരുന്നില്ല, പിന്നെ എൻ്റെ ശാരീരികാവസ്ഥകൾ കൊണ്ട് എനിക്ക് ജീവിക്കണം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാനന്നിവിടെ വരുന്നത്. പ്രത്യേകിച്ച് ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല അന്ന്. അത് ഞാനന്ന് അങ്ങനെ സ്വപ്നം കണ്ടു. പിറ്റേന്ന് മാർച്ച് 27-ാം തീയതി എനിക്ക് എങ്ങനെയെങ്കിലും ഉടമ്പടി എടുക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ടായപ്പം ചേച്ചിയോടും ചേട്ടനോടും പോലും പറയാതെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി നോക്കി എൻ്റെ ഫോണിൽ. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കൃപാസനം എന്ന് എൻ്റെ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ നോക്കിയപ്പം കാണിച്ചത് ഓൾറെഡി ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടിയിലാണ് എന്നാണ് എനിക്ക് മെസ്സേജ് കണ്ടത്. അതുകൊണ്ട് എനിക്കന്ന് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേച്ചീനോട് വിളിച്ചത് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മാതാവ് നിന്നെ പരീക്ഷിച്ചതാ. പിന്നെ എനിക്ക് പത്രം കൊടുക്കുന്ന കാര്യം മാത്രം ഒരു മടിയായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ചേച്ചി ചേട്ടനും ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയായിരുന്നു. അപ്പം ഞാൻ ഈ ചേച്ചിയോടും ചേട്ടനോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവരെനിക്ക് പ്രാർത്ഥനകളൊക്കെ അയച്ചു തന്നു. ഞാനത് പിന്നെ തൊട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അതിനുശേഷം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത് മെയ് 7, 2023 അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്കപ്പോൾ ഓൾറെഡി 2016 തൈറോയിഡിൻ്റെ സർജറി ചെയ്തു തരുന്നതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പം അതിൽ പാത്തോളജി റിപ്പോർട്ടിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ RCCയിൽ എന്നെ റെഫർ ചെയ്തിരുന്നു. അവിടെ ചെന്ന് ടെസ്റ്റും സ്കാനൊക്കെ ചെയ്തു. ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോഴൊന്നും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. ഈ 2023 വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ഇല്ലാത്തതിൻ്റെയും പിന്നെ അങ്ങനെ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങൾ മൂലം ഭയങ്കര ഡിപ്രഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ തന്നെ സ്വയമേവ മരുന്ന് നിർത്തി. തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് മാത്രം ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാനാകെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് ഉടമ്പടി തൈലം വെച്ചിട്ട് എൻ്റെ തൊണ്ടയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കും, തേനും കഴിക്കുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പം പയ്യെ എൻ്റെ കാലിന് നീര് വയ്ക്കാൻ തുടങ്ങി, മുഖം നീര് വെച്ചു, കൈക്കൊക്കെ നീര് വെച്ചു. പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലിന് ഭയങ്കര പെയിൻ, അങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴും ഉടമ്പടിയിലാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. പത്രം കൊടുക്കുന്നുണ്ട്, അത്രമാത്രം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഇത്ര നാളും ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പ് ചോദിക്കുക, എൻ്റെ ഉടമ്പടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഞാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയപ്പം അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഉള്ളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവിനെ എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കത് കിട്ടാനുള്ള യോഗ്യതയൊന്നുമില്ല, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നെല്ലാം വാങ്ങിച്ചു. ഇവിടെ വന്നു. അവിടെ വന്ന് നിൽക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായിട്ട് എന്നെ വിളിച്ചത് അവിടെ നിന്ന് വെച്ച് ചേച്ചി എന്നെ വിളിച്ചിട്ട് ടോക്കൺ എടുക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ആദ്യം ഇരുന്ന ടോക്കൺ മാതാവ് അല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തട്ടി മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്കിരുന്ന ഒരു ടോക്കൺ എടുത്തത്. അതെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് മുത്തുക്കുടയാണ്. അപ്പം എൻ്റെ കാലിനൊക്കെ നീര് വെച്ച് കൈക്കൊക്കെ നീര് വെച്ചിട്ട് എനിക്കിരിക്കുക. അതുകൂടാതെ തന്നെ മാതാവിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടന് നല്ല നല്ല ഹൈറ്റുള്ള ഒരു ചേട്ടനെ കിട്ടിയത്.
അപ്പോൾ എനിക്കാണെങ്കിൽ മുത്തുക്കൂട പിടിക്കുമ്പോൾ മാതാവിനേക്കാളും മുകളിൽ പിടിക്കണമല്ലോ. അപ്പം ഞാൻ പൊക്കി പിടിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് അങ്ങനെ പിടിച്ചിട്ട് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തായാലും എൻ്റെ രോഗാവസ്ഥയെല്ലാം മാറി, ഇനിയിപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചു. അങ്ങനെ ആ ഒരു 6-ാം തീയതിയാണ് ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുന്നത്. മാർച്ച് 6-ാം തീയതി. മാർച്ച് 12-ാം തീയതി എനിക്ക് RCCയിലേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പം അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊന്നും എനിക്ക് യാതൊരുവിധ പേടിയുമില്ല. അപ്പം ഞാൻ ചേച്ചിയോടും ചേട്ടനും കൂടെയാണ് പോണേ. അപ്പോൾ അവരോട് ഞാൻ പറയുക, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പേടിക്കൊന്നും വേണ്ട, പക്ഷേ എങ്കിലും എൻ്റെ കാലിനും കൈക്കൊക്കെ നീരുണ്ട്, പക്ഷേ എങ്കിലും പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനാണ് ധൈര്യം കൊടുത്ത് പോയത്. അവിടെ ചെന്ന് ഡോക്ടറുടെ റൂമിൽ എല്ലാം ചെക്കൊക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടി നിൽക്കുമ്പോഴും എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കൊണ്ടുവന്ന് കയ്യിൽ തന്ന് തുറന്ന് നോക്കിയപ്പം എനിക്ക് TSH 284. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇനി ഡോക്ടർ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നറിയില്ല. ചേച്ചിക്കും ചേട്ടനും എല്ലാവർക്കും പേടിയായി. വീട്ടിലേക്കൊന്നും ആരോടും വിളിച്ച് പറഞ്ഞില്ല, എന്ത് ചെയ്യേണ്ടതെന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും കൂടി നിന്ന സമയം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്, തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച്, ഉപ്പൊക്കെ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉപ്പും തേനും കഴിക്കാറുണ്ട്, തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഡോക്ടറുടെ റൂമിൽ കയറിയപ്പം ഡോക്ടർ എന്താ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ മരുന്ന് നിർത്തിയതാണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്ന് നിർത്താൻ പറ്റില്ല, ഡോസിന് കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡോസ് കൂടുതൽ തന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നെല്ലാം അങ്ങനെ വേറെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക മാത്രമേ തന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം തൊണ്ടയിൽ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കും, തേൻ കഴിക്കും. അങ്ങനെ കഴിച്ച് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് ചെല്ലണം എന്ന് പറഞ്ഞു, ഇത്രയും കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് മെയ് മാസത്തിൽ വീണ്ടും ഞങ്ങൾ RCCയിലേക്ക് ചെന്നു. അന്ന് ചെല്ലുമ്പം ഏകദേശം എൻ്റെ കൈയുടെ നീര്, കാലിൻ്റെ നീര്, മുഖത്തിൻ്റെ നീര് എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്നു ചെക്ക് ചെയ്തു. വെറും 2 മാസം കൊണ്ടിട്ട് എനിക്ക് കുറഞ്ഞത് 0.017 ആയിട്ട് TSH കുറഞ്ഞു. പിന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളത്, എനിക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഫേസിലൊക്കെ നിറച്ചും പിമ്പിൾസ് വന്നിട്ട് വലുതായിട്ട് വന്നിട്ട് ഭയങ്കര വർഗറായിട്ടായിരുന്നു ഇരുന്നേച്ചത്. അപ്പം എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ പോകാൻ അങ്ങനെയൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തൈലം വെച്ചിട്ട് മുഖത്തൊക്കെ തേച്ച് പ്രാർത്ഥിക്കും. അതുപോലെ എല്ലാ ദിവസവും ഉപ്പ് കഴിക്കാറുണ്ട്, തേനും ഒക്കെ കഴിക്കും. ഇത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഞാൻ വൈകിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് തിരിയിൽ ഇങ്ങനെ ഒരു 4 എന്ന് പറഞ്ഞൊരു സംഖ്യ കാണിച്ചു. അപ്പം എനിക്കതെന്താണെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇളയ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നാളെ തന്നെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഇതപ്പം മാറും എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് വാങ്ങിച്ചു. ഇപ്പം ആ മരുന്നെല്ലാം കഴിഞ്ഞു. ഇപ്പം മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പം ആകെ ഉപയോഗിക്കുന്നത് തൈലവും ഉപ്പും തേനും മാത്രമാണ്. പിന്നെ ഉള്ളത്, എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അച്ഛനെ കാണാൻ ടോക്കൺ കിട്ടി. ജോലി ഇല്ലാത്തതിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ബ്ലെസ് ചെയ്ത് തന്നിട്ട് എൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ അമ്മയോട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് പോക്കോ, എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് മാത്രം വിശ്വസിച്ചിട്ട് ഞാൻ പോയി. അങ്ങനെ ഞാൻ അത് തന്നെ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വേറൊരു രീതിയിലും ഞാനങ്ങനെ, അപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു ധാരണയിൽ ഞാനങ്ങനെ അത് മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വേറെ ജോലിക്ക് വേണ്ടി ഒന്നും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല, വേറെ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് എൻ്റെ മനസ്സിലിങ്ങനെ ആരോ തോന്നിക്കുകയാണ്, എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ നിനക്കൊരു ജോലി കിട്ടും, പക്ഷേ നീ ഇപ്പോൾ ചെറുതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക, ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് ഇങ്ങനെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഓഗസ്റ്റ് 14 എന്നൊരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. 2024 ഓഗസ്റ്റ് 14. അതിനു മുമ്പ് എനിക്ക് ചെറുതെങ്കിലും ഒരു ജോലി കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കാൻ നേരത്ത് ഓഗസ്റ്റ് 13 തീയതി ആയപ്പം എന്നെ ഒരിടത്തുനിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. കൃത്യം ഓഗസ്റ്റ് 13 തീയതി ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആകുമായിരുന്നു.
അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, എനിക്ക് നാളെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർ കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 13-ാം തീയതി ഞാൻ പത്രം കൊടുക്കാൻ പോയി. പത്രം മുഴുവൻ കൊടുത്തു. തിരിച്ച് വന്ന് 14-ാം തീയതി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നോട് 16-ാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പം ഞാൻ ആ ജോലിയിലാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ ജോലി തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനും അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഉള്ളത്, ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ ആദ്യം കയറിയ സമയത്ത് അവിടെ വാഷ്റൂമിലൊന്നും അങ്ങനെ പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നതും കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു ഒരാഴ്ചത്തോളം ഞാൻ ജോലിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പനി വന്നു. എനിക്ക് പനി വന്നിട്ട് ഒട്ടും കുറയുന്നില്ല. 102, 103 ആയിരുന്നു പനി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അത് വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ടാബ്ലറ്റൊക്കെ തന്നു, വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് ടാബ്ലറ്റൊക്കെ കഴിച്ചെങ്കിലും എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരേ കിടപ്പ് തന്നെ, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, തളർന്ന് പോകുക, എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ മരുന്ന് കഴിഞ്ഞിട്ട് എനിക്കൊരു കുറവില്ല. രണ്ടാമത് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇത് വൈറൽ ഫീവർ അല്ല, വേറെന്തോ ആണ്. അപ്പം ഡെങ്കു, എലിപ്പനി ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ പേടിയായി. ജോലിക്ക് കയറിയിട്ട് ഇത്രയും നാളെ ആയിട്ടുള്ളൂ. മാത്രമല്ല ഇങ്ങനെ പനിയൊക്കെ ആണെങ്കിൽ വീട്ടിലും എന്താകും, വീട്ടിലും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ആകെ ഒരു ഭയങ്കര പേടി. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എന്തായാലും ചെയ്യണം, ഡെങ്കുവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ലാബിലിരുന്ന സമയത്ത് ബ്ലഡ് എടുക്കുന്ന ആ കയ്യിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് അപ്പം തന്നെ വെള്ളത്തിലിട്ട് കഴിച്ചു, തേന് കഴിച്ചു. എന്നിട്ട് ബ്ലഡ് എടുത്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 2 മണിക്കൂറിനോളം റിസൾട്ട് കിട്ടാനായിട്ട് സമയമുണ്ടായിരുന്നു. ആ സമയത്തിരുന്ന് ഞങ്ങൾ ഫോണിൽ സാക്ഷ്യം കണ്ടു, അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. റിസൾട്ട് കിട്ടിയപ്പോൾ തുറന്നു പോലും നോക്കിയില്ല. നേരെ അതിൻ്റെ പുറത്തും ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് ഡെങ്കുവും എലിപ്പനിയും ഒന്നുമില്ല, യൂറിനറി ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ, ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും അമ്മയുടെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി. പിന്നെ എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയിൽ എനിക്ക് ഒരുപാട് തവണ മാതാവിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു തവണ തിരുവോസ്തിയുടെ രൂപം കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം എല്ലാ മാസവും വന്ന് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ 2023 ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. 2024 ജപമാല റാലിക്ക് പ്രേക്ഷിത വേല ചെയ്യാനായിട്ട്, അതായത് വോളണ്ടിയറായിട്ട് എനിക്കും ചേട്ടനും പിന്നെ എൻ്റെ ഇളയ ചേച്ചിക്കും വന്ന് പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. പിന്നെ ഞാൻ ജോലി കിട്ടുമ്പം ആദ്യത്തെ മാസത്തെ സാലറി ഞാൻ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യം എനിക്ക് ജപമാല റാലിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാനായിട്ട് സാധിച്ചു. അതും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ജോലി ഇല്ലാതിരുന്നത്, സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടാൻ വൈകിയത് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥിച്ചിട്ടുള്ളത്, അമ്മയോട് ഈശോയുടെ ഏറ്റവും അടുത്തിരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഒരുപാട് കൊന്ത ചൊല്ലാൻ പറ്റിയിട്ടുണ്ട്. ബൈബിൾ വായിക്കുന്നതിന് എത്രയും സമയമെന്ന് നോക്കാതെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഇതുപോലെ തന്നെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തെരുവുകളിലൊക്കെ ഇരിക്കുന്നവർക്കും അതുപോലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കോട്ടയത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ അമ്മമാരുടെ അടുത്ത് അവരോട് സംസാരിച്ചിരിക്കാനും പിന്നെ പറ്റുന്ന പോലെ സാമ്പത്തിക സഹായം കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ഈശോയുടെയൊക്കെ വലിയ അനുഗ്രഹമാണ്. പിന്നെ കിട്ടിയിരിക്കുന്ന വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും ബൈബിള് വായിക്കാനായിട്ട് നമുക്ക് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്ന സമയത്ത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പം ഭയങ്കര ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ട്. അതുപോലെ എത്ര കരഞ്ഞ് എത്ര സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും ഈ കൊന്തയൊന്ന് എടുത്ത് ചൊല്ലാൻ നേരത്ത് ഭയങ്കര സന്തോഷം, ആത്മസംതൃപ്തി തോന്നാറുണ്ട്. പിന്നെ അമ്മയും ഈശോയും കൂടുതൽ അറിയാനായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറയാത്തതായിട്ടുള്ള ചെറുതും വലുതും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രശ്മി എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ അമ്മ വഴി ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ തുടർച്ചയായി ഇങ്ങനെ പങ്കുവെക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി മകളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ തവണയും മകളുടെ
ഏറ്റവും വിശ്വസ്തതയുള്ള ജപമാല പ്രാർത്ഥന, ഏറ്റവും വിശ്വസ്തതയുള്ള നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, വല്ലാതെ ജീവിതം സങ്കടത്തിലൂടെ അപമാനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്കൊരു നല്ല ദിവസം വരുമെന്നും എൻ്റെ രോഗപീഠകൾ മാറുമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എനിക്ക് സ്വന്തമാകുമെന്നും ഒക്കെ പ്രതീക്ഷ വെച്ചുകൊണ്ട് വലിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് മകൾ മുന്നോട്ട് പോയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. മകൾ ആദ്യം TCHൻ്റെ ആ കൗണ്ട് വല്ലാതെ കൂടി വന്ന് 280 വരെ എത്തിയതും പിന്നീട് അമ്മയുടെ അരികിൽ ഉടമ്പടി പുതുക്കി നൃത്തവസ്തുക്കൾ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഉപയോഗിച്ച് തുടർച്ചയായി പ്രാർത്ഥിച്ച് അവ കഴിച്ചതിലൂടെ ഉപയോഗിച്ചതിലൂടെ 0.017 എന്ന രീതിയിലേക്ക് അത്രയും കുറഞ്ഞ് നോർമലായി മകൾക്ക് അനുഗ്രഹമായതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മകളുടെ മുഖത്തുള്ള വലിയ വൈരൂപ്യമുള്ള പാടുകളും കുരുക്കളും അത് ഈ നേർച്ച വസ്തുക്കളോട് തന്നെ പൂർണ്ണമായി മാറി മുഖം ക്ലിയറായി ഏറ്റവും അനുകൂലമായ രീതിയിൽ സൗന്ദര്യമുള്ള രീതിയിൽ മകൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജോലിയിലും സമാനമായ രീതിയിൽ തന്നെ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തെ മകൾ എടുത്തു പറയുന്നു. പ്രിയമുള്ളവരെ, മകൾ പറയുന്ന ഓരോ നിമിഷവും ചില തീയതികളും ചില അക്കങ്ങളുമൊക്കെ അവൾ പറയുന്നുണ്ട്. ഒരു 4 എന്ന് പറയുന്നൊരു തീയതി അവൾ അത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരിയിൽ തെളിഞ്ഞതായിട്ട് മകൾ പറയുന്നു. ഫെബ്രുവരി 4-ാം തീയതി ഒരു ഡോക്ടറിനെ കാണുമ്പോഴാണ് ഒരു ക്രീമിനെ കുറിച്ച് പറയുന്നതും അന്ന് അത് ഉപയോഗിച്ച് ആ ഒരു തവണ ആ പ്രാവശ്യം കണ്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ മുഖത്തുണ്ടായിരുന്ന മുഴുവൻ അലർജിയുടെ അസുഖവും മാറിയതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് വീണ്ടും ഒരു 14 എന്ന തീയതിയിട്ട് മകൾ പ്രാർത്ഥിക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിക്ക് വേണ്ടി അതേ ദിവസം തന്നെ ഇൻ്റർവ്യൂ മകൾക്ക് ലഭിക്കുകയും 16-ാം തീയതി ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലകളാണ്. നാം പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മ മാതാവിന് സമർപ്പിച്ച് ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ, ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് അതേ തീയതിയിൽ തന്നെ നമ്മുടെ ഏതൊരു കാര്യവും ഏതൊരു പ്രശ്നവും പരിഹരിക്കപ്പെടും വിധം നമുക്ക് പോസിറ്റീവായ സിഗ്നൽ ലഭിക്കുന്നുവെന്നത് ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ ആവർത്തിച്ച് പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ചില ദർശനങ്ങൾ മക്കൾക്ക് കൊടുത്തുകൊണ്ട് കൂടെയുണ്ട്, പേടിക്കേണ്ടെന്ന കരുത്ത് പകരുന്ന അമ്മയുടെ സാന്നിധ്യമാണ് മകൾ 4 മെഴുകുതിരിയിൽ 4 എന്നൊരു അക്കം തെളിഞ്ഞുകൊണ്ട് അത് അവളുടെ രോഗസൗഖ്യത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറിയതിനെ അവൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം ഓരോ തവണയും അമ്മ മാതാവിൻ്റെ അരികിൽ സന്തോഷത്തോടും നിറകണ്ണോടും പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് അവരുടെ ക്ലേശങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട്, ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് കൂടുതൽ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള കരുത്ത് കൊടുത്തതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ, നാം ആയിരിക്കുന്ന അവസ്ഥകളെ പരിശുദ്ധമ്മയുടെ തിരുസവിധത്തിൽ പൂർണ്ണമായ ആശ്രയത്വത്തോടു കൂടി നമുക്ക് കൊടുക്കാം. ഒരു കുഞ്ഞിനെടുത്ത മനസ്സോടുകൂടി നമ്മുടെ സങ്കടങ്ങളെ കൊടുക്കാം. മറ്റെങ്ങും നമുക്ക് ആശ്രയമില്ല, മറ്റാരും നമുക്കിനി കൈപിടിക്കുവാനോ രക്ഷപ്പെടുത്തുവാനോ ഇല്ല. അതുകൊണ്ട് അമ്മ മാതാവ് എൻ്റെ ജീവിത പ്രശ്നത്തിന് കൂട്ടായിരിക്കണമേ എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അത് നമുക്ക് അനുഗ്രഹത്തിന്, സൗഖ്യത്തിന്, ജീവിതത്തിൻ്റെ സമാധാനത്തിന്, പിഞ്ചിപ്പോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നതിന് അമ്മ മാതാവ് കാരണമാക്കി തരുമെന്ന് ഓരോ മകനും ഓരോ മകളും ഈ അൾത്താരയിൽ നിരന്തരം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.